ഹലോ, ഞങ്ങളപ്പോൾ ഇന്ന് മീൻ നേരാക്കാൻ പോവാണ് കേട്ടോ. വെള്ളോട് ഉടുപ്പൂരി എന്നൊക്കെ പറയണ മീനാണിത്. ഇതിൻ്റെ ഒരു ആഷ് കളർ സ്കിന്നുണ്ടാവും. ആ സ്കിന്ന് നമുക്ക് തോല് പൊളിച്ചിട്ടാണ് നമുക്ക് തരാം. ഇത് നമുക്ക് പൊള്ളിക്കാം. പിന്നെയുള്ള മീൻ ഇതാ വറ്റാറിന മീനാണ്. നല്ല ടേസ്റ്റ് മീനാണ്. ഇതാണ് നമ്മൾ പൊള്ളിക്കുക, കറി വയ്ക്കാം. ഇത് പ്രാച്ചിയന മീനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് മീനാണ്. നല്ല കറി വെച്ചാലൊക്കെ സൂപ്പർ മീനാണ്. അതേപോലെ പൊരിക്കാം. നല്ല അടിപൊളി മീനാണ്. പൊരിക്കാനും കറി വെക്കാനൊക്കെ അടിപൊളി മീനാണ്. മുള്ളനാണ്. ഏകദേശം ഇത്ര വലിപ്പമുള്ള പീസ് മുള്ളനാണ്. നല്ല ടേസ്റ്റ് മീനാണ്. കറി വെക്കാനും പൊരിക്കാനൊക്കെ കേട്ടോ. വലിയ മുള്ളനാണ് കേട്ടോ. ഇതൊക്കെ നേരാക്കുന്നതൊന്ന് കാണാം. ഒരു പാത്രത്തിൽ ഇതല്ലേ. അയിലപ്പാര പോലെ തന്നെ ഇറച്ചിപ്പാര എന്നാണ് ഈ മീനിനെ പറയുക. നല്ല ടേസ്റ്റാണ്. ഇറച്ചി പോലെ തന്നെ നല്ലൊരു പോർഷൻ കഴിക്കാനായിട്ടുണ്ടാവും. പാര എന്ന് പറയുന്ന മീൻ കേട്ടോ. സാധാരണ അയിലപ്പാരല്ല. നല്ല ടേസ്റ്റ് മീനാണ്. നല്ല പൊടിയുള്ള മീൻ കേട്ടോ. എവിടെ നമുക്ക് വലിയ പാത്രം എടുക്കണ്ടേ? ഇതിന് ചിറകും പിന്നെ എന്താണ് ചെകിളിയൊക്കെ വെട്ടിയിട്ട് അടിക്കും. ചെകിളി അല്ലാത്ത സാധനം കത്രിക ആകെ ഇതായല്ലോ. ആ മൂർച്ചം കൂട്ടിയതാണ് അത് കട. വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ ആള് മലപ്പുറത്തു നിന്ന് വന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയതാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നപ്പോൾ നേരം വൈകി. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോട് എടുക്കുന്ന സമയം. അപ്പോൾ ആളെന്നെ വേഗം നേരാക്കി തരികയാണ് കേട്ടോ. മീനൊക്കെ ആൾക്ക് വൃത്തിയാക്കി തന്നാലേ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ പുള്ളിക്ക്. ഞങ്ങൾ നേരാക്കി അതിൻ്റെ തല കളഞ്ഞു, അത് കളഞ്ഞു, ഇത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആദ്യം ചെറുതും പാലൊക്കെ വെട്ടുകയാണ് കേട്ടോ. ഇതിന് വേസ്റ്റ് പറയാനില്ല. മറ്റേ സംഭവം എന്താണ് ഉടുപ്പൂരി നേരാക്കി കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് വയറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ പുറത്ത് കളഞ്ഞു. എന്നിട്ടിപ്പോൾ വാരിയിട്ടിട്ട് നമ്മളതിനെ മാറ്റി. ഓരോ മീനിനും ഓരോ നാട്ടിലും പല പേരുകളാണ് പറയുക അല്ലേ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കർത്തവ്യമാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. പകരം സ്ത്രീകളുടെ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം എല്ലാവരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും.